അച്ഛാമാരെ, ഞാൻ ഈ ഗൾഫിൽ വന്ന സമയം, ഞാൻ കുറച്ച് വർഷമായി വന്നിട്ട്. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയം തൊട്ട് കേൾക്കാൻ തുടങ്ങിയാണ് മറ്റേ ഗൾഫിൽ വന്നാൽ നമ്മുടെ മുടി ഫുള്ള് പൊഴിഞ്ഞു പോകും, നമ്മൾ കഷണ്ടിയാവുമെന്നൊക്കെ. എൻ്റെ മുടി ഇതുവരെ പൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ, പൊഴിയൊന്നുമില്ല മുടി. ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് നരച്ചിട്ടുണ്ടായിരുന്നു മുടി. അപ്പം ഞാൻ അതിനുവേണ്ടി ചെയ്ത ചില കാര്യങ്ങളുണ്ട്. മുടിയും പൊഴിയുന്നില്ല, എന്നാൽ നരയും എൻ്റെ ഇവിടെ ഫുള്ള് നരയായിരുന്നു. ഇപ്പം നരയുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കുറേ ഉണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ഈ ബ്ലാക്ക് മുടി കാണാൻ പറ്റാത്ത രീതിയിലുള്ള നരയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ നരയില്ല മുടിയിൽ. പിന്നെ താരന് ഇപ്പോൾ ഇല്ല, പിന്നെ മുടി കൊഴിച്ചിലും ഇല്ല. അതിന് ചെയ്യാൻ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൾഫിലുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചമരുന്നുകൾ, അതായത് എണ്ണ ഉണ്ടാക്കാനുള്ള പച്ചമരുന്നുകൾ ഗൾഫിൽ അങ്ങനെ കിട്ടാറില്ല പല സാധനങ്ങളും. പക്ഷേ ഇവിടെ കിട്ടുന്ന ചില സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊരു എണ്ണ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത്. ഇവിടെ കിട്ടുന്ന ചില സംഭവങ്ങളാണ്. പിന്നെ കറ്റാർ വാഴ ഇവിടെ കിട്ടും, ഗൾഫിൽ സുലഭമായിട്ട് കിട്ടും, പല സ്ഥലങ്ങളിലും ഉണ്ട്, പല റൂമുകളിലും ഉണ്ടാവും. പിന്നെ കറ്റാർ വാഴ, ഈ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ഒരുപാട് എടുക്കരുത്, കുറച്ച് ചെറിയ ഉള്ളി ഒരുപാട് ഇട്ടാലും അതിനകത്തിൽ സ്മെല്ല് വരും ഈ എണ്ണയ്ക്ക് അതിൽ. പിന്നെ നെല്ലിക്ക, പിന്നെ കരിഞ്ജീരകം, ഇത്ര സാധനങ്ങൾ എടുക്കണം. എടുത്തിട്ട് ഞാൻ എണ്ണയായിട്ട് ഉപയോഗിച്ചത് മറ്റേ പാരാച്ചൂട്ടിൻ്റെ എണ്ണയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, നല്ല എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഈ ചട്ടി ചൂടാക്കിയിട്ട് ഈ ആദ്യം എണ്ണ അതിനകത്തിലോട്ട് ഒഴിക്കണം. അപ്പോൾ എണ്ണയൊന്ന് ഇതായി വരുമ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചേക്കണം. ഈ ചെറിയുള്ളി ആണെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കണം. ചെറിയുള്ളിയൊക്കെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ എണ്ണ ചൂടാകുമ്പം ചെറിയുള്ളി അതിലേക്ക് ഇടണം. അതിലേക്കിട്ടിട്ട് ആ എണ്ണ നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് 2-3 മിനിറ്റ് പിടിക്കും. നമ്മൾ അടുത്തതായിട്ട് പിന്നെ ഇതുണ്ട്, നെല്ലിക്ക അതുപോലെ തന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചേക്കണം. അരച്ചെടുത്ത് അതിൻ്റെ നീരോ അത് നെല്ലിക്കയായിട്ടോ നമുക്ക് അതിനകത്ത് ഇടാം. പിന്നെ നമ്മൾ എണ്ണ ഊറ്റുമ്പോൾ നമ്മളത് കളഞ്ഞാൽ മതി. പിന്നെ നെല്ലിക്ക ഇടണം. പിന്നെ കറ്റാർവാഴ പോള കളഞ്ഞിട്ട് അതിനകത്തിൽ ജെല്ലുണ്ട്, ജെല്ലിടുന്നത് നല്ലതാണ്. പോളയോടുകൂടി അത് നമ്മൾ അതിനകത്തിലെ ജെല്ലെടുത്തിട്ട് പോളയെ അതിനകത്ത് ഇടാം നമുക്ക്, അതും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് എണ്ണ ഒരു ബ്ലാക്ക് നിറം കൂട്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കരിഞ്ജീരകം ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ മാറ്റി വെക്കാം അടുപ്പിൽ നിന്ന്. ഒരു ദിവസം അങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഈ എണ്ണ എടുത്തിട്ട് തോർത്തോ അങ്ങനെ എന്തെങ്കിലും സാധനം എടുത്തിട്ട് പിഴിഞ്ഞിട്ട് എണ്ണ നല്ലതായിട്ട് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് ഞാൻ പുരട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സാധനം പുരട്ടിക്കൊണ്ടിരുന്നത് നൈറ്റിലാണ്. നൈറ്റിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തലയൊക്കെ നല്ലതായിട്ട് തോർത്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ നല്ലതായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുമായിരുന്നു തലയിൽ. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നല്ലതായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 3/4 മണിക്കൂറിന് ശേഷം ഞാൻ ഉറങ്ങാറുള്ളൂ. അപ്പം പലരും ചോദിക്കാറുണ്ട്, അപ്പോൾ ഈ കിടക്കുന്ന സമയത്ത് നമ്മുടെ തലയാണയിൽ എണ്ണ പിടിക്കില്ല എന്നൊക്കെ. തലയാണയിൽ എണ്ണ പിടിക്കും. അതിന് ഞാൻ ഈ തലയാണയുടെ മുകളിൽ വേറെ തുണിയൊക്കെ വിരിച്ചിട്ടാണ് ഞാൻ കിടന്നത് അന്ന് വന്ന സമയത്ത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് എൻ്റെ തലയിലെ നര ഈ സൈഡിലേക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ മുടിയും പൊഴിയുന്നില്ലായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് എണ്ണ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവരൊക്കെ നല്ല റിസൾട്ട് പറയുകയും ചെയ്തു കേട്ടോ. ഞാനൊരു വൈദ്യമൊന്നുമല്ല. എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ അടുത്തിടെ വരെ അത് നൈറ്റിൽ പുരട്ടത്തില്ലായിരുന്നു കേട്ടോ. പിന്നീട് കുറേ കളിയാണ് ഞാൻ നൈറ്റിൽ പുരട്ടം നിർത്തിയിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിന് ഒരു 1-2 മണിക്കൂർ അങ്ങനെ പുരട്ടിയാലും മതി. പിന്നെ ഇവിടെ നമുക്കറിയാമല്ലോ, ഗൾഫിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ നമുക്ക് എണ്ണയൊക്കെ പുരട്ടിയിട്ട് പോകാൻ ബുദ്ധിമുട്ടാവും. ഈ എണ്ണ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് പുരട്ടിയിട്ട് ഒരു ഗുണമില്ല, കാര്യമായിട്ട് പറയാമല്ലോ. അല്ലെങ്കിൽ കുളിക്കുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് എണ്ണയൊക്കെ പുരട്ടി നല്ലതായിട്ട് മസാജാണ് മുടിയിൽ. നല്ല ഓടിച്ചാടി വന്നിട്ട് ഇങ്ങോട്ട് എണ്ണ എടുത്ത്, ചിലർ കാണാം കുപ്പിയിൽ നിന്നൊക്കെ എണ്ണ എടുത്ത് ഇങ്ങനെ പുരട്ടിയിട്ട് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ കുളിച്ചിട്ട് പോകാം. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടൊന്നും ഗുണമൊന്നുമില്ല. അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ 2.5 മണിക്കൂർ മുമ്പ് എണ്ണ പുരട്ടിയിട്ട് കുളിച്ചിട്ട് പോകണം. നല്ല മാറ്റം ഉണ്ടാകട്ടെ. ഒന്ന് ചെയ്ത് നോക്കും. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് അങ്ങനെ ചെയ്താലും മതി. നാട്ടിൽ നിന്ന് നമ്മൾ എണ്ണ ഇപ്പോൾ അമ്മയോട് പറയും. നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അമ്മയോട് പറയാം. അവിടെ ഒരുപാട് പച്ചമരുന്നുകൾ കിട്ടുമല്ലോ. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ അവരെല്ലാം അതെടുത്തിട്ട് എണ്ണ നല്ലതായിട്ട് അവിടുന്ന് കാച്ചി കൊടുത്തു.
അപ്പോൾ ആ എണ്ണയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത്, ഒന്ന് പരീക്ഷിച്ച് നോക്കും. നൈറ്റിൽ പുരട്ടുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. നൈറ്റിൽ പുരട്ടിയിട്ട് കിടക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ജോലിക്ക് പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും എണ്ണ പുരട്ടി നല്ലതായിട്ട് തല മസാജ് ചെയ്തിട്ട് കുളിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലോ നരയോ താരനോ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകത്തില്ല ഇവിടെ ഗൾഫിൽ. പിന്നെ വേറൊരു കാര്യം കൊണ്ട് ഞാൻ മുടിയിൽ പിന്നെ അധികം ഞാൻ ഷാമ്പു ഉപയോഗിക്കാറില്ല. ചിലർ കാണാം എല്ലാ ദിവസവും മുടിയിൽ ഷാമ്പു ഒക്കെ ഉപയോഗിച്ച്, എല്ലാ ദിവസവും മുടിയിൽ ഷാമ്പു ഉപയോഗിക്കരുത്. സത്യം പറഞ്ഞു ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ഷാമ്പു ഉപയോഗിക്കുന്നത് മാസത്തിൽ 1 വട്ടമോ 2 വട്ടമോ എല്ലാം ഞാൻ ഷാമ്പു ഉപയോഗിച്ചിട്ടൊന്ന് കഴുകാറേ ഉള്ളൂ. അങ്ങനെ കഴുകുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും ഷാമ്പു ഉപയോഗിച്ചിട്ട് തല കഴുകാറില്ല. പിന്നെ നമ്മൾ ഈ എണ്ണ പുരട്ടുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഇത് കാണും തലയിൽ. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യും കുളിക്കുന്ന സമയത്ത്. പിന്നെ അതുപോലെ തോർത്തെടുത്തിട്ട് നമ്മളധികം ഈ ശക്തിയായിട്ട് മുടിയിൽ ഇങ്ങനെ തോർത്തെടുത്ത്, അത് മുടി കൊഴിച്ചലിന് കാരണമാണ് അവർക്ക്, ഇവിടെ പലർക്കും ഉള്ള. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ തണുത്ത വെള്ളമാണ്, ഞാൻ എത്ര തണുപ്പായാലും എത്ര ചൂടായാലും തണുത്ത വെള്ളം പിടിച്ചിട്ടാണ് കുളിക്കുന്നതൊക്കെ. തണുത്ത വെള്ളം പിടിച്ചിട്ട് തല ഒഴിച്ചിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പറ്റാവുന്ന ഒരു രാത്രിയിൽ നൈറ്റൊന്ന് നല്ലതായിട്ട് തലയിൽ മസാജ് ചെയ്തിട്ടൊന്ന് കിടന്ന് നോക്കും. നമ്മൾ ഈ തലയാണയിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ അത് നല്ലതാണ്. കാരണം അത് പറ്റാത്തൊരു, അത് എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. രാവിലെ തന്നെ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് പറ്റുവാണെങ്കിൽ ഒന്ന് മസാജ് ചെയ്തിട്ട്, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് എണ്ണ ഉണ്ടാക്കി മസാജ് ചെയ്തിട്ട് ഒന്ന് പോയി നോക്കും. അത് നിങ്ങൾ വിചാരിക്കും ഈ പുരട്ടി കഴിഞ്ഞിട്ട് 5 ദിവസം 10 ദിവസം കൊണ്ടൊക്കെ ഈ മുടി ഒഴിച്ചിൽ മാറും അല്ലെങ്കിൽ നര മാറും എന്നൊക്കെ. അങ്ങനെയൊന്നും നടക്കത്തില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. സ്ഥിരമായിട്ട് ഞാനിപ്പോൾ അത്ര വർഷമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെന്നറിയും. അത്ര വർഷമായിട്ട് ഉപയോഗിച്ചെന്നറിയാം. നൈറ്റിൽ മുടിയിൽ തേച്ചിട്ട് കിടക്കുന്നത്. ഇപ്പോഴും ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഈ നാട്ടിൽ നിന്ന് എണ്ണ കൊടുത്തു കൊടുക്കും. നാട്ടിലെ പച്ചമരുന്നുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ചെമ്പരത്തി മുട്ടും അതും ഇതും എല്ലാം ഐറ്റങ്ങളുണ്ട്. അതെല്ലാം ഇട്ടുള്ള എണ്ണയാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിപ്പോൾ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാനിങ്ങനെ മസാജ് ചെയ്യും തലയിൽ. റൂമിലുള്ളവരും ഇപ്പം ആ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്ത് നോക്കും മച്ചാമരെ കേട്ടോ. ഇവിടെയുള്ള ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഈ മുടി ഒഴിച്ചിൽ. ഓക്കെ, പിന്നെ ഇവിടുത്തെ ടെൻഷനും കാര്യങ്ങളും ചൂടും എല്ലാം പെടും അതിൽ. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ അടുത്തൊന്ന് പറയണം, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉപയോഗിച്ചവർ 1, 2, 3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഇതെന്ത് എണ്ണയുടെ ഇത് കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കരുത്. കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഗുണം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യും. ഓക്കെ, ബൈ.